ഹലോ എവ്രി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ PSC മുൻപ് ചോദിച്ചിട്ടുള്ള ഗവർണർ ജനറൽ, വൈസ്രോയി എന്നീ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ: ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ. ആൻസർ: വാറൻ ഹേസ്റ്റിങ്സ്. അടുത്ത ക്വസ്റ്റ്യൻ: ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? അതിനുത്തരം വാറൻ ഹേസ്റ്റിങ്സ്. അപ്പോൾ വാറൻ ഹേസ്റ്റിങ്സ് ഉത്തരമായിട്ട് വരുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയതും വാറൻ ഹേസ്റ്റിംഗ് ആണ്. അതേപോലെ തന്നെ വാറൻ ഹേസ്റ്റിങ്ങിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെക്കുന്നത്. ഓക്കെ, ആത്മഹത്യ ചെയ്ത ബംഗാളിലെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ റോബർട്ട് ക്ലൈവ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ബാബർ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ്. ആത്മഹത്യ ചെയ്ത ബംഗാളിലെ ബ്രിട്ടീഷ് ഗവർണർ ജനറലും അതേപോലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ബാബർ എന്നറിയപ്പെടുന്നതും ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയത് വാറൻ ഹേസ്റ്റിങ്സ്. വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്. ആത്മഹത്യ ചെയ്ത ബംഗാളിലെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ റോബർട്ട് ക്ലൈവ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ബാബർ എന്നറിയപ്പെടുന്നതും റോബർട്ട് ക്ലൈവ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിലവിൽ വന്നത് ഏതു വൈസ്രോയിയുടെ കാലത്താണ്? ആൻസർ: റിപ്പൺ പ്രഭു. റിപ്പൺ പ്രഭുവിൻ്റെ കാലത്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിലവിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ പത്രമാധ്യമങ്ങളുടെ മേലുള്ള നിയന്ത്രണങ്ങൾ നീക്കിയ ഗവർണർ ജനറൽ ആരാണ്? അതിനുള്ള ആൻസറും വരുന്നത് റിപ്പൺ പ്രഭു തന്നെയാണ്. അപ്പോൾ റിപ്പൺ പ്രഭു ആൻസറായിട്ട് വരുന്ന രണ്ട് ക്വസ്റ്റ്യനും കൂടെ നമ്മൾ നോക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിലവിൽ വന്നത് റിപ്പൺ പ്രഭുവിൻ്റെ കാലത്താണ്. അതുപോലെ ഇന്ത്യയിൽ പത്രമാധ്യമങ്ങളുടെ മേലുള്ള നിയന്ത്രണങ്ങൾ നീക്കിയ ഗവർണർ ജനറലും ആരാണ്? റിപ്പൺ പ്രഭു ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? ആൻസർ: ഇർവിൻ പ്രഭു. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ലിൻലിത്ഗോ പ്രഭു. രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കി. ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇർവിൻ പ്രഭു ആയിരുന്നു ഇന്ത്യയുടെ വൈസ്രോയി. അതേപോലെ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ലിൻലിത്ഗോ പ്രഭു ആയിരുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിലവിൽ വന്നത് റിപ്പൺ പ്രഭുവിൻ്റെ കാലത്താണ്. ഇന്ത്യയിൽ മാധ്യമങ്ങളുടെ മേലുള്ള നിയന്ത്രണങ്ങൾ നീക്കിയത് റിപ്പൺ പ്രഭുവാണ്. ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യൻ വൈസ്രോയ് ഇർവിൻ പ്രഭുവാണ്. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയ് ലിൻലിത്ഗോ പ്രഭുവാണ്. ടിപ്പുവിനെ യുദ്ധത്തിൽ തോൽപ്പിച്ച ബ്രിട്ടീഷ് പ്രഭു. ആൻസർ: ആർതർ വെല്ലസ്ലി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ: റിച്ചാർഡ് വെല്ലസ്ലി. ഈ രണ്ടും കൂടെ മാറിപ്പോയത്. ടിപ്പുവിനെ യുദ്ധത്തിൽ തോൽപ്പിച്ചത് ആർതർ വെല്ലസ്ലി ആണ്. അതുപോലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നത് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. രണ്ടും രണ്ടാളുകളാണ്. അപ്പോൾ രണ്ടും കൂടെ മാറിപ്പോരുത്. ഓക്കെ, ഇന്ത്യയിൽ സതി, നരബലി എന്നിവ നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? വില്യം ബെന്തിക് പ്രഭു. ഇന്ത്യയിൽ പോസ്റ്റൽ വകുപ്പ് സ്ഥാപിതമായത് ആരുടെ കാലത്താണ്? ഡൽഹൌസി പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഹണ്ടർ കമ്മീഷനെ നിയമിച്ചത് ആരാണ്? റിപ്പൺ പ്രഭു. സതി, നരബലി നിർത്തലാക്കിയത് വില്യം ബെന്തിക് പ്രഭു. പോസ്റ്റൽ വകുപ്പ് സ്ഥാപിതമായത് ഡൽഹൌസിയുടെ കാലത്താണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഹണ്ടർ കമ്മീഷനെ നിയമിച്ചത് റിപ്പൺ പ്രഭു ആണ്. ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നും കൂടെ നോക്കാം. ടിപ്പുവിനെ യുദ്ധത്തിൽ തോൽപ്പിച്ചത് ആർതർ വെല്ലസ്ലി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ റിച്ചാർഡ് വെല്ലസ്ലി. ഇന്ത്യയിൽ സതി, നരബലി എന്നിവ നിർത്തലാക്കിയത് വില്യം ബെന്തിക് പ്രഭു. ഇന്ത്യയിൽ പോസ്റ്റൽ വകുപ്പ് സ്ഥാപിതമായത് ഡൽഹൌസിയുടെ കാലത്താണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഹണ്ടർ കമ്മീഷനെ നിയമിച്ചത് റിപ്പൺ പ്രഭു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരാണ്? ആൻസർ: വാറൻ ഹേസ്റ്റിങ്സ്. സതി സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി വില്യം ബെന്തിക് പ്രഭു. 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഇർവിൻ പ്രഭു. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിംഗ് ആണ്. സതി സമ്പ്രദായം നിർത്തലാക്കിയത് വില്യം ബെന്തിക് പ്രഭുവാണ്. 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഇർവിൻ പ്രഭുവാണ്. ദീപാവലി വിളംബരം നടത്തിയതും ഇർവിൻ പ്രഭുവാണ്. റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആരുടെ ഭരണകാലത്താണ്? വാറൻ ഹേസ്റ്റിംഗ്. ഇവിടെ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് കാണാം. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ്. അതുപോലെ റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആരുടെ ഭരണകാലത്താണ്? വാറൻ ഹേസ്റ്റിംഗ്. തൊട്ടു മുൻപ് നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻസ് കണ്ടു. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ്. ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? വാറൻ ഹേസ്റ്റിംഗ്. അപ്പോൾ വാറൻ ഹേസ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ ഒന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ,
അതുപോലെ ഇർവിൻ പ്രഭുവുമായിട്ട് ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്. 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരാണ്? ഇർവിൻ പ്രഭു. ദീപാവലി വിളംബരം നടത്തിയത് ആരാണ്? ഇർവിൻ പ്രഭു. തൊട്ടു മുൻപും നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടു. 1-ാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? ഇർവിൻ പ്രഭു. അതും കൂടെ ഒന്ന് ഓർത്തു വയ്ക്കുക. ഈ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ ഒന്ന് പറയാം. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ്, സതി സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി വില്യം ബെന്തിക് പ്രഭു, 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയ് ഇർവിൻ പ്രഭു, ദീപാവലി വിളംബരം നടത്തിയത് ഇർവിൻ പ്രഭു, റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആരുടെ ഭരണകാലത്താണ്? വാറൻ ഹേസ്റ്റിംഗ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ബജറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയത് ഏത് വൈസ്രോയിയുടെ കാലത്താണ്? ആൻസർ കാനിങ് പ്രഭു. ഇന്ത്യയിലെ 1-ാമത്തെ വൈസ്രോയി കാനിങ് പ്രഭു. കാനിങ് പ്രഭു ആൻസർ ആയിട്ട് വരുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ത്യയിലെ 1-ാമത്തെ വൈസ്രോയി കാനിങ് പ്രഭു ആയിരുന്നു. ഇന്ത്യയിൽ ബജറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയത് കാനിങ് പ്രഭുവിൻ്റെ കാലത്തായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പേർഷ്യനു പകരം ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭരണഭാഷയായി സ്വീകരിച്ച ഭരണാധികാരി വില്യം ബെന്തിക് പ്രഭു. വില്യം ബെന്തിക് പ്രഭുവായിട്ട് ബന്ധപ്പെട്ട വേറൊരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ സതി, നരബലി എന്നിവ നിർത്തലാക്കിയ ഭരണാധികാരി വില്യം ബെന്തിക് പ്രഭു. ഇപ്പോൾ നമ്മൾ പഠിച്ചു പേർഷ്യനു പകരം ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭരണഭാഷയായി സ്വീകരിച്ച ഭരണാധികാരി വില്യം ബെന്തിക് പ്രഭു. അടുത്ത ക്വസ്റ്റ്യൻ, ആധുനിക ഇന്ത്യയുടെ പിതാവ്? ആൻസർ ഡൽഹൌസി. ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയത് ആര്? ഡൽഹൌസി. ഡൽഹൌസിയുമായി ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, ആധുനിക ഇന്ത്യയുടെ പിതാവ് ഡൽഹൌസിയാണ്. ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയതും ഡൽഹൌസിയാണ്. തൊട്ടു മുൻപ് നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടു, ഇന്ത്യയിൽ പോസ്റ്റൽ വകുപ്പ് സ്ഥാപിച്ചത് ആരുടെ കാലത്താണ്? ആൻസർ വരുന്നതും എന്താണ്? ഡൽഹൌസി. ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയിൽ ബജറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയത് ഏത് വൈസ്രോയിയുടെ കാലത്താണ്? കാനിങ് പ്രഭു. ഇന്ത്യയിലെ 1-ാമത്തെ വൈസ്രോയി കാനിങ് പ്രഭു. പേർഷ്യനു പകരം ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭരണഭാഷയായി സ്വീകരിച്ച ഭരണാധികാരി വില്യം ബെന്തിക് പ്രഭു. ആധുനിക ഇന്ത്യയുടെ പിതാവ് ഡൽഹൌസി പ്രഭു. ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയത് ആരാണ്? ഡൽഹൌസി പ്രഭു. ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ശില്പി മെക്കാളെ പ്രഭു. ഏത് വൈസ്രോയിയുടെ ഭരണകാലത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത്? ഡഫറിൻ പ്രഭു. കേരളം സന്ദർശിച്ച ബ്രിട്ടീഷ് വൈസ്രോയി കേഴ്സൺ പ്രഭു. ഇന്ത്യയിലെ അവസാന വൈസ്രോയി ആരാണ്? മൗണ്ട് ബാറ്റൻ പ്രഭു. ഇവിടുത്തെ 2-ാമത്തെ ക്വസ്റ്റ്യൻ കാണുന്നില്ലേ? ഏത് വൈസ്രോയിയുടെ ഭരണകാലത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത്? ഡഫറിൻ പ്രഭു ആണ് ആൻസർ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ ഓർത്തു വയ്ക്കുക. നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിളിച്ചതും ആരാണ്? ഡഫറിൻ പ്രഭു ആണ്. ഇവിടെയുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ അവസാന വൈസ്രോയി ആരാണ് എന്നുള്ളതാണ്. അതിനുള്ള ആൻസർ വരുന്നത് മൗണ്ട് ബാറ്റൻ പ്രഭു. അപ്പോൾ തൊട്ട് മുൻപ് നമ്മൾ കണ്ടു ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആരായിരുന്നു? അത് കാനിങ് പ്രഭു ആണ്. ആദ്യത്തെ വൈസ്രോയി കാനിങ് പ്രഭു, അവസാന വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭു. ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ശില്പി മെക്കാളെ പ്രഭു. ഏത് വൈസ്രോയിയുടെ ഭരണകാലത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത്? ഡഫറിൻ പ്രഭു. കേരളം സന്ദർശിച്ച ബ്രിട്ടീഷ് വൈസ്രോയി കേഴ്സൺ പ്രഭു. ഇന്ത്യയിലെ അവസാന വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ആൻസർ മൗണ്ട് ബാറ്റൻ പ്രഭു. തൊട്ടു മുൻപ് നമ്മൾ കണ്ടു ഇന്ത്യയിലെ അവസാന വൈസ്രോയി ആരായിരുന്നു? അതും മൗണ്ട് ബാറ്റൻ പ്രഭു തന്നെയാണ്. അവസാന വൈസ്രോയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലും മൗണ്ട് ബാറ്റൻ പ്രഭു. ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറൽ രാജഗോപാലാചാരി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭു, അവസാന ഗവർണർ ജനറൽ രാജഗോപാലാചാരി. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോവുന്ന ചെറിയെന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഡൽഹൌസി പ്രഭു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോവുന്ന ചെറിയെന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ഡൽഹൌസി പ്രഭു. അതുപോലെ തന്നെ ഓർത്തു വയ്ക്കുക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിളിച്ചത് ഡഫറിൻ പ്രഭു. ഒന്നുകൂടെ ക്വസ്റ്റ്യൻസ് നോക്കാം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭു, അവസാന ഗവർണർ ജനറൽ രാജഗോപാലാചാരി. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോവുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ഡൽഹൌസി പ്രഭു. ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? ആൻസർ വാറൻ ഹേസ്റ്റിംഗ്സ്.
വാറൻ ഹേസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ നോക്കി. നമുക്കൊന്ന് റിവൈസ് ചെയ്യാം അല്ലേ. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയത് വാറൻ ഹേസ്റ്റിംഗ് ആണ്. അതുപോലെ വാറൻ ഹേസ്റ്റിങ്ങിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെക്കുന്നത്. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറലും വാറൻ ഹേസ്റ്റിംഗ് ആണ്. അതുപോലെ റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് വാറൻ ഹേസ്റ്റിങ്ങിൻ്റെ ഭരണകാലത്താണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ റിച്ചാർഡ് വെല്ലസ്ലി. നമ്മൾ മുൻപ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നത് ആരാണ്? റിച്ചാർഡ് വെല്ലസ്ലിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി ആരാണ്? ആൻസർ കാനിങ് പ്രഭു. നമ്മൾ മുൻപ് നോക്കിയ ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്തത്, ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ്? ആൻസർ കേഴ്സൺ പ്രഭു. കേഴ്സൺ പ്രഭുവായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. കേരളം സന്ദർശിച്ച ബ്രിട്ടീഷ് വൈസ്രോയി ആണ് കേഴ്സൺ പ്രഭു. ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട് നടപ്പിലാക്കിയ ഗവർണർ ജനറൽ കാനിങ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി ആണ് കാനിങ് പ്രഭു. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കണ്ടു ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട് നടപ്പിലാക്കിയ ഗവർണർ ജനറലുമാണ് ആരും? കാനിങ് പ്രഭു. ഇന്ത്യയിൽ ബജറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയതും നമ്മുടെ കാനിങ് പ്രഭുവിൻ്റെ കാലത്താണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നും കൂടെ നോക്കാം. ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? ആൻസർ വാറൻ ഹേസ്റ്റിങ്സ്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭു, റിച്ചാർഡ് വെല്ലസ്ലി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി ആരാണ്? കാനിങ് പ്രഭു. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി കേഴ്സൺ പ്രഭു. ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട് നടപ്പിലാക്കിയ ഗവർണർ ജനറൽ കാനിങ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറലായി വാറൻ ഹേസ്റ്റിങ്സ് നിയമിതനായത് ഏത് ആക്ട് പ്രകാരമാണ്? ആൻസർ റെഗുലേറ്റിംഗ് ആക്ട്. റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലായി വാറൻ ഹേസ്റ്റിങ്സ് നിയമിതനായത്. അടുത്ത ക്വസ്റ്റ്യൻ, 1773 കൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരായിരുന്നു? ആൻസർ വാറൻ ഹേസ്റ്റിങ്സ്. PSC കുറേ പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ്, അപ്പോൾ അതേ ഇമ്പോർട്ടൻസോട് കൂടെ പഠിക്കാം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ചത് ആരാണ്? കോൺവാലിസ് പ്രഭു. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് കോൺവാലിസ് പ്രഭു. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് കോൺവാലിസ് പ്രഭുവായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഒന്ന്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ചത് കോൺവാലിസ് പ്രഭുവാണ്. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവും കോൺവാലിസ് പ്രഭുവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് ആരുടെ ശുപാർശ പ്രകാരമാണ്? ആൻസർ മെക്കാളെ പ്രഭു. മെക്കാളെ പ്രഭുവിൻ്റെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ നോക്കാം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലായി വാറൻ ഹേസ്റ്റിങ്സ് നിയമിതനായത് ഏത് ആക്ട് പ്രകാരമാണ്? റെഗുലേറ്റിംഗ് ആക്ട്. 1773 കൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരായിരുന്നു? വാറൻ ഹേസ്റ്റിങ്സ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ചത് ആരാണ്? കോൺവാലിസ് പ്രഭു. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് കോൺവാലിസ് പ്രഭു. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് ആരുടെ ശുപാർശ പ്രകാരമാണ്? ആൻസർ മെക്കാളെ പ്രഭു. ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആരാണ്? ആൻസർ ലിട്ടൺ പ്രഭു. ലിട്ടൺ പ്രഭുവാണ് ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത്. നമ്മൾ തൊട്ടു മുൻപ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന പ്രാദേശിക ഭാഷാ പത്ര നിയമം, അല്ലെങ്കിൽ ഇന്ത്യയിൽ പത്രമാധ്യമങ്ങളുടെ മേലുള്ള നിയന്ത്രണങ്ങൾ നീക്കിയ ഗവർണർ ജനറൽ റിപ്പൺ പ്രഭുവാണ്. നീക്കിയത് റിപ്പൺ പ്രഭുവാണ്, അത് നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭുവാണ്. അപ്പോൾ അത് രണ്ടും കൂടെ മാറിപ്പോകരുത്. കോൺഗ്രസിൻ്റെ സമാധാനപരമായ പതനത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഞാൻ ഇന്ത്യയിലേക്ക് വന്നത് എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ആൻസർ കേഴ്സൺ പ്രഭു. കോൺഗ്രസിൻ്റെ സമാധാനപരമായ പതനത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഞാൻ ഇന്ത്യയിലേക്ക് വന്നത് എന്ന് പ്രഖ്യാപിച്ചത് കേഴ്സൺ പ്രഭു ആണ്. ഓക്കെ, കേഴ്സൺ പ്രഭുവായിട്ട് നമ്മൾ മുൻപ് പഠിച്ച കാര്യങ്ങളും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. കേരളം സന്ദർശിച്ച ബ്രിട്ടീഷ് വൈസ്രോയി ആണ് കേഴ്സൺ പ്രഭു. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ്? കേഴ്സൺ പ്രഭു. ഇന്നത്തെ നമ്മുടെ അവസാന ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി? ആൻസർ ഇർവിൻ പ്രഭു. ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആരാണ്? ലിട്ടൺ പ്രഭു. കോൺഗ്രസിൻ്റെ സമാധാനപരമായ പതനത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഞാൻ ഇന്ത്യയിലേക്ക് വന്നത് എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്?
കേഴ്സൺ പ്രഭു. 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഇർവിൻ പ്രഭു. PSC മുൻ വർഷങ്ങളിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.